ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് റമദാൻ മാസത്തിൽ ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ കുറച്ചൊന്ന് ഉടച്ചെടുത്താൽ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ്. അപ്പോൾ തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് അല്ലെങ്കിൽ സമൂന എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു സമൂനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് എടുത്താലും മതിയേ. എന്നിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കന് വേവിച്ച് വെച്ചതാണ്. ഞാനിത് ഫ്രൈ ചെയ്തിട്ട് ചിക്കി എടുത്തിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. നമുക്ക് റമദാൻ മാസം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പണിയും തീരും കേട്ടോ. എന്നിട്ട് ചിക്കനും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പം ഉള്ളി ഞാനിവിടെ എടുത്തത് ഒരു ഹാഫേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു ഉള്ളീൻ്റെ ഒരു നേരെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചൊന്ന് മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൊടി, പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പുതിനേൻ്റെ ആവശ്യമില്ല കേട്ടോ. മല്ലിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുതിന ആകുമ്പോൾ നമ്മൾ ആ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുത്തൽ അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ പുതിനേൻ്റെ ആവശ്യമില്ല, മല്ലിച്ചപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നമുക്ക് പെട്ടെന്ന് ഉരുളക്കിഴങ്ങൊക്കെ പിഴഞ്ഞ് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ പരത്തി കൊടുത്തിട്ട് എനിക്ക് ഇതിനുള്ളിലേക്ക് നിങ്ങൾക്കിപ്പോൾ മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ചീസ് സ്ലൈസ് ചെയ്തത് അതൊക്കെ ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു ചിക്കൻ്റെ ഇത് മാത്രമാണ് കേട്ടോ ചെയ്തെടുത്ത് റോളാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവിൽ ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിനകത്തേക്ക് മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ ചീസിൻ്റെ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയേ. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി കേട്ടോ. ഒന്നും വേണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്യാനും പറ്റുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണ്ടേ, ബ്രെഡ് ക്രംസൊക്കെ മുക്കിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മൈദപ്പൊടി വേണ്ടെങ്കിൽ മുട്ടൻ്റെ ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസിന് പകരം കുനാഫൻ്റെ ഡോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ബ്രെഡ് ക്രംസ് മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ കുനാഫൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്താലും നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുനാഫൻ്റെ ഡോ എടുത്തിട്ടുള്ളത്. അപ്പം ബ്രെഡ് ക്രംസിന് പകരം ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ലൊരു ക്രഞ്ചി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുനാഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുനാഫ് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്താലും മതി കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മൈദ ആകുമ്പോൾ നമ്മൾ ആ ഒരു സ്നാക്സിന് നല്ല ഒരു തിക്നെസ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഒരു ക്രിസ്പിയും ക്രഞ്ചിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. തണുത്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടില്ല കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ, അഭിപ്രായം പറയാം. എന്നിട്ട് അതുപോലെ എല്ലാ സ്നാക്സും ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾക്കിപ്പോൾ റോൾ ചെയ്തിട്ട് പൊരിക്കണമെങ്കിൽ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രീസറിൽ
വെക്കാനും പറ്റും കേട്ടോ. എല്ലാത്തിനും പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ് ഈ ഒരു സ്നാക്സ്. അപ്പോൾ നിങ്ങൾക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനും മതിയെ. ഞാനിവിടെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ഓയിൽ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു റോള് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ളിലുള്ളതൊക്കെ കുറച്ചൊന്ന് ഫ്രൈ ആയി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ചൊന്ന് മൊത്തത്തിലൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പം നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.